മനോഹരമായ കുട, പാറമേക്കാവിന്റെ മഞ്ഞക്കുട, ഇതിന് കവച്ചു വെക്കാൻ എന്തുണ്ട് തിരുവമ്പാടിയുടെ കയ്യിൽ എന്ന ചോദ്യം ഉയരുന്നു. മനോഹരമായ സ്വർണ്ണ നിറമുള്ള മഞ്ഞ നിറമുള്ള കുടയാണ് ഇപ്പോൾ പാറമേക്കാവ് ഉയർത്തിയിരിക്കുന്നത്. എന്ത് ഭംഗിയാണ് എന്ന് നോക്കുക ഗോപി. ശരി, തിരുവമ്പാടി പാറമേക്കാവ് ഉയർത്തി മഞ്ഞക്കുടയ്ക്ക് നൽകുന്ന മറുപടി നമുക്ക് നോക്കാം. അല്പസമയത്തിനകം തന്നെ ഇതാ മാറാൻ പോകുന്നു തിരുവമ്പാടിയുടെ ഗജവീരന്മാർക്ക് മുകളിൽ ഉയരുന്ന കുട. ആ കുടയുടെ നിറങ്ങൾ ഇപ്പോൾ വ്യക്തമല്ല, നമുക്ക് അതിന്റെ ക്ലോസ് ഷോട്ടുകൾ കിട്ടുമ്പോൾ മനസ്സിലാവും പ്രജ. ഏതായാലും വളരെ ദൂരെ നിന്ന് തന്നെ അതിമനോഹരമായ ഒരു കാഴ്ചയായി അത് മാറിയിരിക്കുന്നു. നമുക്ക് വയലറ്റ് നിറമുള്ള ആ കുടകൾ, അതിൽ വെള്ളി പതിപ്പിച്ചിട്ടുണ്ട്, അതാണ് നമ്മൾ കാണുന്നത്. അതാണ് മനോഹരമായ ഒരു ചാരുത നൽകുന്ന കുടകളായി അത് മാറിയിരിക്കുന്നു. തിരുവമ്പാടി ഉയർത്തിയിരിക്കുന്ന വർണ്ണക്കുടകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ട്. നമ്മൾ ഇവിടുന്ന് കാണുന്നതിനേക്കാൾ ആവേശഭരിതനായി അവിടെ നമ്മുടെ ശ്രീകുമാരൻ ഇത് നേരിട്ട് കാണുന്നുണ്ട്. ആ പൂരനഗരിക്ക് അവിടെ ഈ കുടമാട്ടം നടക്കുന്ന മധ്യത്തിൽ നിന്നാണ് നമ്മുടെ ശ്രീകുമാരൻ ചേരുന്നത് തത്സമയ വിവരങ്ങളുമായി. ശ്രീത്ത്, മറ്റൊരു ട്രാൻസിലേക്ക് പോകുന്ന തരത്തിലുള്ളൊരു വികാരമായിരിക്കും സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന ഓരോരുത്തർക്കും ഉണ്ടാവുക. അതാ ഇപ്പോൾ ഓരോ കുടകളും ഉയർന്നു വരുന്നു. പാറമേക്കാവ് ഉയർത്തുന്നു മജന്തയല്ലേ ഈ കളർ, മജന്തക്കുടയാണ് പാറമേക്കാവ് ഉയർത്തിയിരിക്കുന്നത്. ശ്രീത്ത്, എന്താണ് അവിടുത്തെ ഒരു ആംബിയൻസ് ഇപ്പോൾ? രാവിലെ ഒരു ഘട്ടത്തിൽ പോലും ആളുകളുടെ കുറവ് അനുഭവപ്പെട്ടിരുന്നു. എല്ലാ ഘട്ടത്തിലും ആളുകൾ എവിടെ എന്നായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. ദാ ഈ പുരുഷാരമായിരുന്നു നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് എല്ലാ കാലവും ഉണ്ടായിരുന്നത്. ആ പുരുഷാരം ദാ അവരുടെ സ്വന്തം കുടമാറ്റം, അത് 15 മിനിറ്റ് ആയിക്കോട്ടെ 2 മിനിറ്റ് ആയിക്കോട്ടെ, കുടമാറ്റം എന്ന് കേട്ടാൽ തൃശ്ശൂരിലേക്ക് ആളുകൾ ഇരമ്പിയാർത്തെത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാ തിരുവമ്പാടി വീണ്ടും മറുപടി നൽകിയിരിക്കുകയാണ്. ചന്ദ്രശേഖരന്റെ മസ്തകത്തിലേറി തിരുവമ്പാടിയിലെ ആ ഭഗവതി മറുപടി നൽകിയിരിക്കുകയാണ്. തിരുവമ്പാടിക്കാർ പാറമേക്കാവുകാർക്കുള്ള മറുപടി. വെള്ളയിൽ ചുവന്ന പുള്ളികളുള്ള വർണ്ണക്കുട, ഇതാണ് കുടമാറ്റം, ഇതാണ് കുടമാറ്റം. അത് 15 മിനിറ്റ് അല്ല, 5 മിനിറ്റ് അല്ല, 2 മിനിറ്റ് ആയാലും തങ്ങൾക്ക് മറുപടിയുണ്ട്. ഇനി പാറമേക്കാവിന് ദാ വെക്കട ഇതിനു മുകളിൽ, പച്ചക്കുട വെക്കട ഇതിനു മുകളിൽ എന്ന് പറഞ്ഞ് പാറമേക്കാവ് ഉയർത്തിയിരിക്കുന്നു പച്ചക്കുട. ഇനി ഇതിനും മറുപടിയുണ്ട്. മറുഭാഗത്ത് തിരുവമ്പാടിയിൽ ഇതിനും മറുപടിയുണ്ട്. അതിമനോഹരമായ നയന സുന്ദരമായ ഈ ഒരു കാഴ്ച, ഇതുമാത്രമാണ് തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും ഒരു വൈബ് എന്ന് നാട്ടുകാരും അതുപോലെ തന്നെ പൂരപ്രേമികളും ഒരേ സ്വരത്തിൽ പറയുന്നു. എന്തായാലും ഈ പൂരക്കാലത്തിന്റെ അവസാനവട്ട കാഴ്ചകളിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ഇത് തന്നെയാണ് കാണാനുള്ളത്. നേരത്തെ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളും പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളും 15 മിനിറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഒരു പൂരത്തിന് നിൽക്കുന്ന പൂരപ്രേമികളുടെ മനസ്സ് കണ്ട് അത് ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പാണ്, നമുക്ക് ദുഃഖമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതാ തിരുവമ്പാടി മഞ്ഞക്കുടകൾ ഉയർത്തി മറുപടി നൽകുന്നു. മഞ്ഞക്കുടകൾ, പ്രജൻ GK മഞ്ഞക്കുടകൾ. ദാ തിരിച്ച് മറ്റൊരു വർണ്ണക്കുട, വീണ്ടും പാറമേക്കാവിന്റെ മറുപടി. ഇതാണ് കുടമാറ്റം, ഇതാണ് തൃശ്ശൂർക്കാരുടെ വൈബ്. അയ്യോ എന്തൊരഴക്. തിരുവമ്പാടിക്കാർ, അതിൽ ദേവന്മാരുണ്ട്, ദേവതകളുണ്ട്. പാറമേക്കാവിന്റെ ആ കുടയിൽ ദേവന്മാരുണ്ട്, ദേവതകളുണ്ട്. വെഞ്ചാമരം വീശി നെറ്റിപ്പട്ടം കെട്ടി ചെവി ഇട്ട് വീശുന്ന ഗജവീരന്മാരുടെ മുകളിൽ മുത്തുക്കുടകൾ, വർണ്ണക്കുടകൾ മനുഷ്യ മഹാസാഗരത്തിന് മുൻപിലേക്ക് എടുത്തുയർത്തുമ്പോൾ ആർപ്പുവിളി ഉയരുന്നുണ്ട്. ആർപ്പോ ഇറോ എന്ന വിളികൾ ഉയരുന്നുണ്ട്. ഈ മേളപ്പതക്കത്തിനിടയിലും അതിനപ്പുറത്തേക്ക് ഉയർന്ന് പൊങ്ങിക്കേൾക്കുന്ന ആ ഒരു ശബ്ദം. മഞ്ഞക്കുടയ്ക്ക് പകരം ഇനി ഏത് കുടയാണ് തിരുവമ്പാടി മറുപടി നൽകുക എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്നോടൊപ്പം വിഷ്ണു സുരേഷ് കൂടി ചേരുന്നു. ശ്രീജിത്ത്, ആവേശഭരിതമാകുകയാണ് നിലവിൽ തൃശ്ശൂർ പൂരത്തിന്റെ അടുത്ത കുട. തിരുവമ്പാടിക്ക് മറുപടിയായി പാറമേക്കാവിന്റെ നീലയിൽ അതോടൊപ്പം ദേവതകളെ ആലേഖനം ചെയ്തിട്ടുള്ള കുടകൾ ഉയർത്തിക്കൊണ്ട് തിരുവമ്പാടിക്ക് മറുപടിയായി പാറമേക്കാവ് നൽകുമ്പോൾ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ തിരുവമ്പാടി പിങ്ക് നിറത്തിലുള്ള കുട കൊണ്ട് മറുപടി നൽകുന്നു. ഇതിനോടകം തന്നെ ഒരു 15 സെറ്റോളം കുടകൾ മാറി വരികയാണ്. ഇതിൽ നിലവിൽ തുണികൾ കൊണ്ട് നിർമ്മിച്ച കുടകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളതെങ്കിൽ ഇനിയും നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് സർപ്രൈസുകൾ ബാക്കിയുണ്ട്. ഭഗവതിമാർ മുഖാമുഖം കണ്ട് കൂടിക്കാഴ്ച നടക്കുകയാണ്. അതിനിടയിൽ ജനസാഗരം, ഒരുപക്ഷെ ലക്ഷങ്ങൾ ആളുകൾ ഈ തൃശ്ശൂർ പൂരം
കാണുന്നതിന് വേണ്ടി എത്തുന്നത് ഈ ഒരു കാഴ്ചക്ക് വേണ്ടിയിട്ടാണ്. ഇതാ ഭഗവതിയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള നീലക്കുടയാണ് പാറമേക്കാവ് ഉയർത്തിയിരിക്കുന്നത്. അതിന് മറുപടിയായി മജന്ത നിറമുള്ള കുട ഉയർത്തി തിരുവമ്പാടി മറുപടി നൽകുന്നു. ഇനി അടുത്തത് എന്ത് എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന കാഴ്ച, എല്ലാവരും ആകാശഭരിതരായി കാത്തിരിക്കുകയാണ് ആ കാഴ്ചക്ക് വേണ്ടി. അടുത്ത കുട ഏത്? വെഞ്ചാമരവും ആലവട്ടവും വീശിക്കൊണ്ട് അടുത്ത കുടമാറ്റത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഒരു 30 സെക്കൻഡ് മാത്രമാണ് നിലവിൽ ഓരോ കുടകളും മാറാൻ വേണ്ടി എടുക്കുന്ന ദൈർഘ്യം. അതിന് പ്രധാനപ്പെട്ട കാര്യം 15 മിനിറ്റാണ് കുടമാറ്റത്തിന് വേണ്ടി നൽകിയിട്ടുള്ള സമയം. പ്രത്യേക സാഹചര്യം. അടുത്ത കുട ഫ്ലൂറസന്റ് കളറിലുള്ള ഒരു കുട ഉയർത്തിക്കൊണ്ട് ഈ വൈബ് പിടിക്കുകയാണ് പാറമേക്കാവെങ്കിൽ. ഞങ്ങൾ അപ്പുറത്തുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ വിട്ടു നൽകാനാവില്ല. ഗോൾഡൻ നിറമുള്ള, സ്വർണ്ണ നിറമുള്ള, അല്ലെങ്കിൽ കറുപ്പിൽ സ്വർണം പൂശിയ കുട ഉയർത്തുകയാണ് തിരുവമ്പാടിക്കാർ. അങ്ങനെ തിരുവമ്പാടിയും പാറമേക്കാവും നേർക്കുനേർ വന്ന് ഭഗവതിമാർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിന് മുകളിൽ ഈ കുടകൾ ഉയർത്തിക്കൊണ്ട് ആവേശഭരിതമായ പൂരക്കാഴ്ച കണ്ട് പുരുഷാരങ്ങൾ ഇങ്ങനെ കൈകൾ ഉയർത്തി പഞ്ചവാദ്യത്തിനും പഞ്ചാരിക്കും പാണ്ഡിക്കും ചെമ്പടക്കുമെല്ലാം താളം പിടിക്കുന്ന കാഴ്ച. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.